ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് അധികം ചെറുതല്ല, മീഡിയം സൈസ് കഷ്ണങ്ങളാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. ഒരു ടീസ്പൂൺ ഉപ്പ്. ഇത്രയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിനകത്ത് വെക്കുക. അങ്ങനെ ചിക്കൻ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വലിയ ജീരകം ഇടുക. ക്രഷ് ചെയ്ത 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് അരപ്പെല്ലാം നല്ലതായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു കടായി അടുത്ത് വെക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.